ഓക്കെ, വെൽക്കം ബാക്ക്. സോ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൽഗമൽ ക്രിപ്റ്റോ സിസ്റ്റം ആണ്. സോ എൽഗമൽ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൊഡ്യൂൾ 3യിലുള്ള നെക്സ്റ്റ് അൽഗോരിതമാണ്, അതായത് സിമെട്രിക് കീ എൻക്രിപ്ഷൻ ടെക്നിക്കിനകത്ത് വരുന്ന നെക്സ്റ്റ് അൽഗോരിതമാണ്. ഓക്കെ, അപ്പം ആദ്യം എൽഗമൽ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിൽ നമ്മളൊരു ഡിസ്ക്രീറ്റ് ലോഗരിതമിക് എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അതെന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിലേക്ക് പോകാം. സോ എന്താണ് ഡിസ്ക്രീറ്റ് ലോഗരിതം എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സോ നമുക്കൊരു കോഫി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മിൽക്കും കോഫി പൗഡറും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു കോഫി ഉണ്ടാക്കാനായിട്ട് കഴിയും, അല്ലേ? സോ അപ്പം നമുക്കൊരു കോഫി ഉണ്ടാക്കാൻ ജസ്റ്റ് മിൽക്കും അതിൻ്റെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ടാവും, അതുപോലെ കോഫി പൗഡറും ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോഫി ഉണ്ടാക്കാം. സോ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഡയറക്ഷൻ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ടാസ്ക് ആണ്. നൗ തിങ്ക് ഇൻ ദ റിവേഴ്സ് സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് കോഫി നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ കോഫി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്ത എക്സാക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്കും അതുപോലെ തന്നെ കോഫി പൗഡറും എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്, അല്ലെങ്കിൽ നമുക്ക് ഇംപ്രാക്ടിക്കൽ എന്ന് തന്നെ പറയാൻ പറ്റും, അല്ലേ? സോ അപ്പം ഇനി തിരിച്ച് അതായത് റിവേഴ്സ് ഡയറക്ഷനിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹാർഡ് പ്രോബ്ലമായിട്ട് പറയാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ പ്രിപ്പയറിങ് കോഫി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈസിയാണ്. പക്ഷേ റിവേഴ്സ് ഡയറക്ഷനിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡോ അല്ലെങ്കിൽ ഇംപ്രാക്ടിക്കലോ ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് ചിന്തിക്കാം. സോ ഡിസ്ക്രീറ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിന് ഡിസ്ക്രീറ്റ് ലോഗരിതമിക് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ ഒരു അനലോഗി വെച്ചിട്ടാണ് ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് മോഡുലോ അരിത്തമെറ്റിക് പ്രോബ്ലമാണ്. അതിന് നമ്മൾ ക്ലോക്ക് അൽഗോരിതം അരിത്തമെറ്റിക് എന്നും പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 4 എന്ന് പറയുന്ന നമ്പറിൻ്റെ മോഡുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എക്സ് മോഡ് 4 എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഞാൻ 0, 1, 2, 3 എന്ന് കൊടുക്കുന്നു. സോ 0 മോഡ് 4 എന്ന് പറയുമ്പോൾ 0, 1 മോഡ് 4 1, 2 മോഡ് 4 2, 3 മോഡ് 4 3, എഗെയിൻ 4 മോഡ് 4 എന്ന് പറയുന്നത് വീണ്ടും 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ 0, 1, 2, 3 കഴിഞ്ഞിട്ട് എഗെയിൻ 0 തൊട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. 4 മോഡ് 4 0, 5 മോഡ് 4 1, 6 മോഡ് 4 2, അതായത് മോഡുലസ് ഓപ്പറേഷനിൽ റിമൈൻഡർ ആണല്ലോ കിട്ടുന്നത്. സോ ഈ രീതിയിലായിരിക്കും ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കൊരു ക്ലോക്ക് പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3. അപ്പോൾ ഇതാണ് നമ്മൾ മോഡുലോ അരിത്തമെറ്റിക്കിനെ ഒരു ക്ലോക്ക് അരിത്തമെറ്റിക് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഈ വാല്യൂസിനകത്ത് തന്നെ ആയിരിക്കും. അപ്പം അത് എക്സ് എന്ന് പറയുന്ന വാല്യൂന് നിങ്ങൾ ഓരോ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്തേ നിൽക്കുള്ളൂ, അല്ലേ? അപ്പം ഇവിടെ നമുക്കൊരു പ്രൈം നമ്പർ കൺസിഡർ ചെയ്തു. 17 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലോക്ക് എന്ന് പറയുമ്പം 17 യൂണിറ്റ്സ് ഉള്ള ഒരു ക്ലോക്കാണ്. ഇപ്പം നമ്മളിവിടെ 4 എന്നായതുകൊണ്ട് തന്നെ 0 തൊട്ട് 3 വരെയുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ 17 യൂണിറ്റ്സ് ഉള്ളത് ഞാൻ 1 തൊട്ട് 17 വരെയുള്ള നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോക്സ് 1 to 17 എന്ന് പറയുന്നത് 17 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമുക്കിവിടെ 5 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ട് 5 raised to x മോഡ് 17ന്റെ വാല്യൂസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 5 raised to 1 മോഡ് 17, 5 raised to 2 മോഡ് 17, 5 raised to 3 മോഡ് 17. വൈ 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5നെ നമുക്കൊരു കോപ്രൈം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് 5നും 17നും കോമൺ ആയിട്ട് ഒരു ഡിവൈസർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോപ്രൈം ഓഫ് 17 എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അപ്പം 5 ചൂസ് ചെയ്യുന്ന കാരണം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പറയാം എന്തുകൊണ്ടാണെന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇനി ഒരു 5 raised to 1 മോഡ് 17, 5 raised to 2 മോഡ് 17ന്റെ വാല്യൂസ് ഒക്കെ എന്ത് വരും എന്നുള്ളത് നോക്കാം. സോ 5 raised to 1 മോഡ് 17 5, 5 raised to 2 മോഡ് 17 8, 5 raised to 3 മോഡ് 17 എന്ന് പറയുന്നത് 6. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 5, 8, 6
13, 14 അങ്ങനെ 516 വരെയുള്ള വാല്യൂസിന് നമുക്ക് യൂണിക് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു റൂട്ട് അതുകൊണ്ട് നമുക്ക് 5നെ എന്ത് പറയാം, 5 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 17 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 5 ഈസ് ദ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 17 എന്ന് പറയാൻ കാരണം 5ന് നിങ്ങൾക്ക് 5 റേസ് ടു P-1 വരെയുള്ള വാല്യൂസിന് യൂണിക് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് 5 റേസ് ടു 1 തൊട്ട് 17 വരെയുള്ള 5 റേസ് ടു 1 തൊട്ട് P-1 വരെ, അതായത് 5 റേസ് ടു 1 തൊട്ട് 16 വരെയുള്ള വാല്യൂസിന് നമുക്ക് കിട്ടുന്നത് യൂണിക് റിസൾട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 5നെ എന്താ പറയുന്നത്, 5 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 17 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 റേസ് ടു 1 തൊട്ട് 16 വരെയുള്ള വാല്യൂസ് മോഡ് 17 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് യൂണിക് ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും. അതുകൊണ്ട് 5 റേസ് ടു P-1 മോഡ് P എന്ന് പറയുന്ന യൂണിക് റിസൾട്ട് തരുന്നത് കൊണ്ട് തന്നെ 5ഉം 17 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം, 5 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 17 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 റേസ് ടു X മോഡ് 17, ഇനി നിങ്ങൾക്ക് എക്സിന് ഓരോരോ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അതായത് ഓരോരോ വാല്യൂസ് നമുക്ക് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കും. അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും, എക്സിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 5, എക്സിന് 2 കൊടുത്താൽ 8 കിട്ടും, എക്സിന് 3 കൊടുത്താൽ 16 കിട്ടും. അങ്ങനെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു ഈസി ടാസ്ക് ആണ് അല്ലേ. അപ്പം അതായത് ഈ ഒരു എക്സിന് കറസ്പോണ്ടിങ് 1, 2, 3, 4 എന്നുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതായത് എക്സിന് സം വാല്യൂസ് സപ്ലൈ ചെയ്ത് കൊടുത്ത് ഇവിടുത്തെ റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതായത് എക്സ് ഇപ്പം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 റേസ് ടു X മോഡ് 17 കണ്ടുപിടിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് അല്ല. അതായത് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കുക, അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, പക്ഷേ 5 റേസ് ടു X മോഡ് 17ന്റെ വാല്യൂ നമുക്കൊരു സം വാല്യൂസ് തന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിളിൽ 5 റേസ് ടു X മോഡ് 17 എന്ന് പറയുന്നത് 12 ആയിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ ഏതോ ഒരു വാല്യൂ എക്സിന് ഒരു വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് 5 റേസ് ടു X മോഡ് 17ന്റെ വാല്യൂ 12 കിട്ടുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണെന്ന് നോക്കാം. സോ 5 റേസ് ടു 9 മോഡ് 17 എത്രയാണ്, 12 ആണ്. 5 റേസ് ടു 20 മോഡ് 17 12 ആണ്. അപ്പോൾ 5 റേസ് ടു 41 മോഡ് 17 12 തന്നെയാണ്. അതായത് ഒന്നിലധികം എക്സ് വാല്യൂസിന് നമുക്ക് ഇവിടെ 12 എന്നുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ റിവേഴ്സ് ഉള്ള പ്രോസസ്സ്, അതായത് ഇവിടുത്തെ വാല്യൂ തന്നിരുന്നാൽ 12 എന്നുള്ള പറയുന്ന വാല്യൂ തന്നിരുന്നാൽ തിരിച്ച് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിന്, ഈ തരത്തിലുള്ള പ്രോബ്ലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് ലോഗരിതമിക് പ്രോബ്ലം. സോ അപ്പോൾ നിങ്ങൾക്ക് മുന്നേ ആദ്യം തന്നിരുന്ന ആ ഒരു എക്സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് കോഫി ഉണ്ടാക്കുക എന്ന് പറയുന്ന എളുപ്പമാണ്. അത് തിരിച്ച് അതിൽ നിന്നും മിൽക്കോ കോഫി എത്രയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. സോ ഇതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡിസ്ക്രീറ്റ് ലോഗരിതമിക് പ്രോബ്ലം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം G⁻X മോഡ് P, അത് G എന്ന് പറയുന്നത് Pയുടെ പ്രിമിറ്റീവ് റൂട്ട് ആണെങ്കിൽ G⁻X മോഡ് P എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമാണ്. അതായത് നമുക്ക് സ്മോളർ വാല്യൂ ഓഫ് Pക്ക് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ദെൻ ലാർജ് വാല്യൂസ് ഓഫ് എക്സ് ആണ്, ലാർജ് വാല്യൂസ് ഓഫ് Pക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പോസിബിലിറ്റി കൊടുക്കാം. അതായത് ലാർജ് വാല്യൂസ് ഓഫ് Pക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതായത് Pയുടെ വാല്യൂ എന്ന് പറയുന്ന വെരി ലാർജ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മളുടെ എൻക്രിപ്ഷനിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലൂടെ ഹാക്കറിന് പെട്ടെന്ന് നമ്മുടെ ഈ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യാനോ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഡിസ്ക്രീറ്റ് ലോഗരിതമിക് പ്രോബ്ലം യൂസ് ചെയ്ത് നമുക്ക് എൻക്രിപ്ഷൻ പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയും.
സോ അപ്പം ഈ ഒരു ഐഡിയ ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് പഠിക്കുന്ന എൽഗമാൽ എൻക്രിപ്ഷൻ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് 5 mod 17 = 12 എന്നുള്ളതിനെ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? x = d log 17 to the base 5 of 12 എന്ന് കണ്ടുപിടിക്കാം. വേർ x is a discrete log of 5 mod 17 of 12 എന്ന് പറയാം. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ലോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ക്രീറ്റ് ലോഗ് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ടാണ് നമ്മൾ എൽഗമാൽ അൽഗോരിതത്തിൽ ഈ ഡിസ്ക്രീറ്റ് ലോഗരിതമിക് പ്രോബ്ലം ഉപയോഗിച്ച് എൻക്രിപ്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ പി എന്ന് പറയുന്നത് വെരി ലാർജ് പ്രൈം ആണ്. E1 എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിന്റെ, എന്താണ് ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. E1 എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ് റൂട്ട് ആണെങ്കിൽ ദെൻ നമുക്ക് E2 = even raised to r mod p എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം സ്ക്വയർ ചെയ്യുക, E1ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഇനി E2ഉം E1ഉം പിയും തന്നിട്ടുണ്ട്. E2 ഉണ്ട്, E1 ഉണ്ട്, P. പക്ഷെ തിരിച്ച് നമുക്ക് ആറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. R അപ്പം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ log E2 to the base E1 mod P എന്ന് കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് ലോഗരിതമിക് പ്രോബ്ലം ആണ്. നമുക്ക് കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ അപ്പം ഈ ഒരു ഐഡിയ ആണ് എൽഗമാൽ എൻക്രിപ്ഷൻ അൽഗോരിതത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ നമ്മൾ മുന്നേ RSA അൽഗോരിതം പഠിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു കീ ജനറേഷൻ പ്രോസസ് ഉണ്ട്, എൻക്രിപ്ഷൻ ഉണ്ട്, ഡിക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ കീ ജനറേറ്റ് ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റ്, നമ്മുടെ ഒറിജിനൽ മെസ്സേജിനെ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെ ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട് എൻക്രിപ്ഷനിൽ. സോ പ്ലെയിൻ ടെക്സ്റ്റ് എൻക്രിപ്ഷൻ അൽഗോരിതത്തിൽ കീസ് യൂസ് ചെയ്തിട്ട് ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന E1 E2 Pയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എൻക്രിപ്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യും. ആ സൈഫർ ടെക്സ്റ്റ് C1 C2 എന്നറിയപ്പെടുന്നു. ഈ സൈഫർ ടെക്സ്റ്റിനെയാണ് ഡിക്രിപ്ഷനിൽ റിസീവർ സൈഡിൽ എത്തുന്നത്. അപ്പോൾ റിസീവർ സൈഡിൽ എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? അഗെയിൻ ഇതിന്റെ ഡിക്രിപ്ഷനായിട്ട് ഒരു പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്നുണ്ട്. D ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് കീ. ആ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റിനെ തിരിച്ച് അതിൽ നിന്നും ഒറിജിനൽ മെസ്സേജ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനായിട്ടുള്ള ഇക്വേഷൻ അൽഗോരിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കീ ജനറേഷൻ പ്രോസസ് എന്ന് പറയുമ്പം കീ ജനറേഷനിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലാർജ് പ്രൈം നമ്പർ ചൂസ് ചെയ്യുക. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് P. സോ P എന്ന് പറയുന്നത് ഒരു ലാർജ് പ്രൈം നമ്പർ ആണ്. ദെൻ അടുത്ത എന്താ ചെയ്യുന്നത്? D എന്ന് പറയുന്ന ഒരു നമ്പർ ജനറേറ്റ് ചെയ്യണം. സോ D എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഫ്രം ഗ്രൂപ്പ്, എന്താണ് നമ്മളുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ZP സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? 1 മുതൽ P വരെയുള്ള ZP സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഫ്രം 1 to P-1, 1 to P- വരെയുള്ള നമ്പേഴ്സിന്റെ ഒരു സെറ്റാണ്. ദെൻ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം ആ നമ്പേഴ്സ് എങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം? പിയോട് കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം. കോപ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയുടെയും ആ നമ്പറിന്റെയും കോമൺ ഡിവൈസർ ആയിട്ട് 1 മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സോ അപ്പൊ ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ എടുക്കുന്ന D എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൽ നിന്നുള്ള പിയുടെ പി എന്ന് പറയുന്നത് നമ്മൾ ലാർജ് പ്രൈം ചൂസ് ചെയ്തല്ലോ. സോ ആ പിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൽ വരുന്ന ഒരു നമ്പർ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന D. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. സോ ആദ്യം ലാർജ് പ്രൈം നമ്പർ ചൂസ് ചെയ്തു P. അടുത്തതായിട്ട് D ചൂസ് ചെയ്യണം. D എന്ന് പറയുന്നത് നമ്മൾ പിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. പിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൽ നിന്ന് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് 1നേക്കാളും P-2നേക്കാളും ചെറിയൊരു എലമെന്റ് ആയിരിക്കും, നമ്പർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ദെൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്ന 1 മാത്രമേ വരാൻ പാടുള്ളൂ. ദെൻ അടുത്തതായിട്ട് E1 ചൂസ് ചെയ്യണം. E1 എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇറ്റ്സ് എ പ്രിമിറ്റീവ് റൂട്ടിന്റെ ഗ്രൂപ്പാണ്. അതായത് ZP സ്റ്റാർ X എന്ന് പറയുന്ന ആ ഒരു പ്രിമിറ്റീവ് ഗ്രൂപ്പിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് അല്ലെങ്കിൽ പ്രിമിറ്റീവ് റൂട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് G⁻1, G⁻2, G⁻3 എന്ന് പറയുന്ന നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ആ എല്ലാ നമ്പേഴ്സും എന്തായിരിക്കണം? മോഡുലോ Nന് എന്തായിരിക്കണം? കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം. അതായത് ഇവിടുത്തെ ZP സ്റ്റാറിലുള്ള നമ്പേഴ്സിന് കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്ന E1.
ഓക്കെ. അപ്പോൾ എന്നിട്ട് നമുക്ക് E2 കാൽക്കുലേറ്റ് ചെയ്യാം. E2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E1 റേസ് ടു ഡി മോഡ് പി എന്നുള്ളതാണ്. E1 റേസ് ടു ഡി മോഡ് പി ആണ് E2. സോ നമുക്കിപ്പം നമ്മുടെ പബ്ലിക് കീ കിട്ടി, പ്രൈവറ്റ് കീ കിട്ടി. പ്രൈവറ്റ് കീ ആണ് നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത ഡി. പബ്ലിക് കീ എന്ന് പറയുമ്പോഴത്തേക്കും E1, E2, P ആയിരിക്കും. E1, E2, P ആണ് പബ്ലിക് കീ. സോ ഇതാണ് കീ ജനറേഷൻ. അപ്പൊ കീ ജനറേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും സെലക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പൊ നമ്മളുടെ പബ്ലിക് കീ ആയിട്ട് E1, E2, Pയും കിട്ടി, പ്രൈവറ്റ് കീ ആയിട്ട് ഡിയും കിട്ടി. ഓക്കെ. അപ്പം നമ്മളുടെ ഈ പബ്ലിക് കീ ആണ് എന്താണ് പബ്ലിക്ലി എല്ലാവർക്കും, അതായത് ഈ നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും പബ്ലിക് കീ. ദെൻ പ്രൈവറ്റ് കീ എന്ന് പറയുമ്പോഴത്തേക്കും ഡിക്രിപ്റ്റ് ചെയ്യുന്ന ആളുടെ ഒറിജിനൽ അയാളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രൈവറ്റ് കീ. ദെൻ ഇനി എൻക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അപ്പം ഒരാളുടെ മെസ്സേജ്, അതായത് എനിക്കിപ്പം ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അയാളുടെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ബോബിന് ഒരു മെസ്സേജ് ആലീസിന് അയക്കണം എന്നുണ്ടെങ്കിൽ ആലീസ് എന്താ ചെയ്യുന്നത്, ബോബിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുക. സോ എൻക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു റാൻഡം നമ്പർ ചൂസ് ചെയ്യുക, ആർ ഇൻ ദ ഗ്രൂപ്പ് ഇസഡ് പി സ്റ്റാർ എക്സ് എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ പ്രിമിറ്റീവ് റൂട്ട് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം ആറ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഈ ആറ് വെച്ചിട്ടാണ് നമ്മൾ ഇനി സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പി ആണ് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ E1 റേസ് ടു ആർ മോഡ് പി ഉപയോഗിച്ചിട്ട് ആദ്യം C1 കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഈ കിട്ടിയ ആർ, അത് C1 കിട്ടിയില്ലേ, ദെൻ C2 കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്, അതിന്റെ പി, പ്ലെയിൻ ടെക്സ്റ്റിന്റെ പി ഇൻറ്റു E2 റേസ് ടു ആർ മോഡ് പി എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമുക്ക് C1ഉം C2ഉം കിട്ടി. C1ഉം C2 ആണ് നമ്മളുടെ സൈഫർ ടെക്സ്റ്റുകൾ. ദെൻ ഇനി ഡിക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഡിക്രിപ്ഷനിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രം C1, C2ഉം അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് കീ ആയിട്ടുള്ള ഡി ഉപയോഗിച്ചിട്ടും. അപ്പോൾ ഈ ലാർജ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് രണ്ടുപേർക്കും അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ പി കിട്ടാനായിട്ട് C2 ഇൻറ്റു C1 റേസ് ടു ഡി ഇൻവേഴ്സ്, അതായത് C1 റേസ് ടു ഡി റേസ് ടു -1 മോഡ് പി, അതാണ് ഓപ്പറേഷൻ. സോ പി ഈസ് ദ പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് അതിലൂടെ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ എൽഗമാൽ അൽഗോരിതത്തിലെ എൻക്രിപ്ഷൻ, ഡിക്രിപ്ഷനും അതുപോലെ തന്നെ കീ ജനറേഷനും നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ബിറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ക്വൈറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. അതുകൊണ്ടാണ് എൽഗമാൽ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ എൽഗമാൽ അൽഗോരിതം എന്ന് പറയുന്നത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു അൽഗോരിതം ആയിട്ട് കാണുന്നത്. കാരണം ഇവിടെ ഇതിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് പോളിനോമിയൽ ടൈമിൽ നടക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ്. അങ്ങനെ പെട്ടെന്ന് അറ്റാക്കേഴ്സിനെ വന്ന് ഹാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇനി ഇതിന് നമുക്കൊരു പ്രൂഫിനെ കുറിച്ച് പറയുന്നുണ്ട്. എൽഗമാൻ ഡിക്രിപ്ഷൻ എക്സ്പ്രഷൻ, അതായത് ഡിക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അൽഗോരിതം എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. C2 ഇൻറ്റു C1 റേസ് ടു ഡി ദ ഹോൾ റേസ് ടു -1. ഇതിനെ നമുക്ക് ഒറിജിനലി നമ്മൾ പി തന്നെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം. അപ്പൊ C2 ഇൻറ്റു C1 റേസ് ടു ഡി ദ ഹോൾ റേസ് ടു -1 മോഡ് പി, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? C2ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1 ഇൻറ്റു E2 റേസ് ടു പി, P1 ഇൻറ്റു P ഇൻറ്റു E2 റേസ് ടു ആർ എന്ന് പറയുന്നതാണ് നമ്മളുടെ C2ന്റെ ഇക്വേഷൻ. സോ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ദെൻ C1ന് പകരം E1 റേസ് ടു ആർ ദ ഹോൾ റേസ് ടു ഡി എന്ന് പറയുമ്പോൾ E1 റേസ് ടു ആർ ഡി എന്നായി, ദ ഹോൾ റേസ് ടു -1 മോഡ് പി. ഇനി നമ്മൾ എന്താണ്, E2ന് പകരം എഗെയിൻ E1 റേസ് ടു ഡി എന്ന് കൊടുക്കുന്നു. സോ ഇത് രണ്ടും എന്തായി, E1 റേസ് ടു ആർ ഡി, ഇവിടെ E1 റേസ് ടു ഡി ആർ. സോ ഇത് രണ്ടും എന്താണ്, കോമൺ ആണ്. അപ്പൊ E1 റേസ് ടു ആർ ഡി ഇൻവേഴ്സ് ആണ് ഇവിടെ, E1 റേസ് ടു ഡി ആർ. അപ്പൊ എന്ത് സംഭവിക്കും, ഈ രണ്ട് ടേമും ക്യാൻസൽ ആയി പോയി നമുക്ക് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് തന്നെ കിട്ടും. ഓക്കെ. അപ്പൊ ഇതിലൂടെ മനസ്സിലാക്കേണ്ടുള്ള കാര്യം, C1 ഇൻറ്റു C2 ഇൻറ്റു C1 റേസ് ടു ഡി ദ ഹോൾ ഇൻവേഴ്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് തന്നെ കിട്ടുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ്. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ബോബ് ചൂസ് ചെയ്യുന്നത് പിയുടെ വാല്യൂ 11 ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ E1 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. E1 is equal to 2. അപ്പോൾ 2 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഇൻ Z11, അതായത് ZP സ്റ്റാർ എന്ന് പറയുന്ന അതിലുള്ള ഒരു പ്രിമിറ്റീവ് റൂട്ടാണ് 2. അപ്പോൾ അങ്ങനെയുള്ളൊരു വാല്യൂ വേണം നമ്മൾ E1നായിട്ട് ചൂസ് ചെയ്യാൻ. ദെൻ D is equal to 3 ആയിട്ടാണ് ചൂസ് ചെയ്തത്. D is equal to 3. ദെൻ
E2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. E2 എന്ന് പറയുമ്പം E1 റൈസ് ടു D ആണ്. E1 എന്ന് പറയുന്നത് 2 റൈസ് ടു 3 ആകുമ്പോൾ 8 എന്ന് കിട്ടി. സോ ദ പബ്ലിക് കീ എന്ന് പറയുന്നത് E1, E2, D എന്നുള്ളതാണ്. സോ E1 എന്ന് പറയുന്നത് 2, E2 എന്ന് പറയുന്നത് 8 ആൻഡ് P എന്ന് പറയുന്നത് 11. സോ ഇതാണ് നമ്മളുടെ പബ്ലിക് കീ. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഡിയുടെ വാല്യൂ ആണ് പ്രൈവറ്റ് കീ. സോ D ഈസ് ഈക്വൽ ടു 3. ദെൻ ഇനി അടുത്ത എന്താണ് നമ്മളുടെ എൻക്രിപ്ഷൻ അല്ലേ. അപ്പോൾ 6 എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 7 ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം C1 കാൽക്കുലേറ്റ് ചെയ്യാം. C1 എന്ന് പറയുമ്പോൾ E1 റൈസ് ടു R മോഡ് 11 എന്നുള്ളതാണ്. E1 എന്ന് പറയുന്നത് എന്തായിരുന്നു 2 റൈസ് ടു R എന്ന് പറയുമ്പോൾ 2 റൈസ് ടു 4 ഇസ് ഈക്വൽ ടു 16 മോഡ് 11 ദറ്റ് ഈസ് 5 എന്ന് കിട്ടും. 16 മോഡ് 11 എന്ന് പറയുന്നത് നമുക്ക് 5 ആയിട്ടാണ് ആൻസർ കിട്ടുന്നത്. ആക്ച്വലി ഇവിടെ 5 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇനി C2 കണ്ടുപിടിക്കാം. C2 എന്ന് പറയുന്നത് P ഇൻറ്റു E2 റൈസ് ടു R. അപ്പോൾ P എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റ് 7 ഇൻറ്റു E2 എന്ന് പറയുന്നത് എന്തായിരുന്നു E2 ഇസ് ഈക്വൽ ടു 8 റൈസ് ടു R 8 റൈസ് ടു 4 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ആക്ച്വലി 6 മോഡ് 11 ദറ്റ് ഈസ് 6 എന്നാണ്. ഈ മോഡ് 11 എന്ന് ഇവിടെ ഇല്ല കേട്ടോ. കിട്ടുന്ന വാല്യൂ ആക്ച്വലി 6 ആണ്. അതായത് സൈഫർ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് C1 C2 5.5 6 ആയിട്ടാണ് കിട്ടുന്നത്. അതായത് C1 5 C2 6 ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് മോഡ് ഓപ്പറേഷൻ ശേഷമുള്ള റിസൾട്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിവിടെ വേണ്ട. ഓക്കെ, അപ്പൊ C1 എന്ന് പറയുന്നത് E1 റൈസ് ടു R മോഡ് 11. അതായത് E1 എന്ന് പറയുന്നത് എന്തായിരുന്നു E1 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 4 R ഈസ് ഈക്വൽ ടു 4 ആണ്. 2 റൈസ് ടു 4 മോഡ് 11. അപ്പോൾ 16 മോഡ് 11 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ആയിട്ട് കിട്ടും. ദെൻ C2 എന്ന് പറയുന്നത് P ഇൻറ്റു E2 റൈസ് ടു R. P ഈസ് ഈക്വൽ ടു 7 എന്ന് തന്നിട്ടുണ്ട്. E2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. 8 റൈസ് ടു 4 എന്ന് പറയുമ്പോൾ സം വാല്യൂ കിട്ടും. അപ്പോൾ 7 ഇൻറ്റു 4096 മോഡ് 11. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോബിന് കിട്ടുന്ന മെസ്സേജ് ആണ് ഈ സൈഫർ ടെക്സ്റ്റ് 5ഉം 6ഉം. then ഇതിൽ നിന്നും എന്ത് ചെയ്യണം, പ്ലെയിൻ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ എൻക്രിപ്റ്റ് ചെയ്ത ആരായിരുന്നു, ആലീസ് ആണ്. ആലീസ് എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ബോബിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് ആണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻക്രിപ്ഷൻ കഴിഞ്ഞു. നമ്മുടെ ബോബിന് എന്ത് കിട്ടി, ഈ സൈഫർ ടെക്സ്റ്റ് 5ഉം 6ഉം കിട്ടി. അപ്പൊ ഇതിൽ നിന്നും അയാൾ എന്ത് ചെയ്യണം, പ്ലെയിൻ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ പ്ലെയിൻ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ബോബിന്റെ കയ്യിൽ എന്തുണ്ട്, അയാളുടെ പ്രൈവറ്റ് കീ ആയിട്ടുള്ള D ഉണ്ട്. അപ്പൊ C2 ഇൻറ്റു C1 റൈസ് ടു D ഇൻവേഴ്സ് മോഡ് P അത് ഉപയോഗിച്ചിട്ടാണ്, ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ബോബ് എന്ത് ചെയ്യുന്നത്, ഈ കിട്ടിയ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പൊ C2ന്റെ വാല്യൂ അറിയാം, C2 ഈക്വൽ ടു 6. C1ന്റെ വാല്യൂ അറിയാം 5. D എന്ന് പറയുന്നത് അതിന്റെ പ്രൈവറ്റ് കീ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഇൻവേഴ്സ് മോഡ് 11 ചെയ്യുന്നു. അപ്പം ആക്ച്വലി അപ്പം 6 ഇൻറ്റു 5 ക്യൂബ് ഇൻവേഴ്സ് മോഡ് 11 എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ വാല്യൂ ആക്ച്വലി 3 ആയിട്ട് കിട്ടി. ദാറ്റ് ഈസ് 6 ഇൻറ്റു 3 മോഡ് 11 ദാറ്റ് ഈസ് 7 മോഡ് 11 എന്ന് കിട്ടി. ദാറ്റ് ഈസ് പ്ലെയിൻ ടെക്സ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് കിട്ടി, ഒറിജിനൽ 7 ആയിട്ട് തന്നെ റിസീവറിലേക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ എന്താ പറയാ എൽഗമാൽ എൻക്രിപ്ഷൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ദെൻ ഇനി എൽഗമാൽ എൻക്രിപ്ഷൻ സെക്യൂരിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2 അറ്റാക്സ് ആണ് എൽഗമാൽ എൻക്രിപ്ഷൻ സിസ്റ്റത്തിൽ വരാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ലോ മോഡുലസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടും പിന്നെ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്കും. അപ്പോൾ ലോ മോഡുലസ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാർജ് അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ആ പ്രിമിറ്റീവ് റൂട്ട്സിന്റെ ആ ഒരു റേഞ്ച് എന്നൊക്കെ പറയുന്നത് അറ്റാക്കേഴ്സിന് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലൂടെ ട്രൈ ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ആ ഡിസ്ക്രീറ്റ് ലോഗറിതമിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാർഡായിട്ട് തോന്നൂല. കാരണം പിയുടെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ചെറിയ വാല്യൂ ആണ്. അപ്പൊ പി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഈസിലി എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ലോഗർ E2 ടു ദ ബേസ് E1 മോഡ് പി എന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഏത് മെസ്സേജിനാണെങ്കിലും ആ ഒരു ഡിക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് തന്നെ ഏതൊരു മെസ്സേജിനും ഈ ഒരു എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലൂടെ അറ്റാക്കറിന് കണ്ടെത്താനായിട്ട് കഴിയും. സോ അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ ലോ മോഡുലസ് അറ്റാക്ക് ആണ്. അതെന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
ദെൻ അടുത്ത അറ്റാക്ക് എന്ന് പറയുമ്പോൾ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക് ആണ്. അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ആക്സസ് ചെയ്ത് വെക്കുക, അതിൽ നിന്നും സൈഫർ ടെക്സ്റ്റുകൾ ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലൂടെ തന്നെ പല പല പ്ലെയിൻ ടെക്സ്റ്റിന്റെ പല പല വാല്യൂസിനെ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒറിജിനൽ മെസ്സേജ് ജനറേറ്റ് ചെയ്തെടുക്കുന്നതാണ് നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഡിക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള C2 കണ്ടുപിടിക്കാൻ P*(E2⁻R mod P എന്നായിരുന്നു. അപ്പം അങ്ങനെ പ്ലെയിൻ ടെക്സ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ അനദർ പ്ലെയിൻ ടെക്സ്റ്റിന് ഇതേപോലെ C2ന്റെ C2' അങ്ങനെ പല പല വാല്യൂസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. അപ്പം അങ്ങനെ ഏത് വാല്യൂ ഓഫ് R എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്തെടുത്തിട്ട് നമ്മളുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് കണ്ടെത്തുന്നതാണ് ഇവിടെ ഈ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക് ആയിട്ട് പറയുന്നത്. അപ്പോൾ സെക്യൂർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 300 ഡിജിറ്റ്സ് ഉള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യും. R എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു വാല്യൂസ്, അതായത് പ്രിമിറ്റീവ് റൂട്ട് ഓഫ് പി എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇതാണ് എൽഗമാൽ എൻക്രിപ്ഷൻ അൽഗോരിതം എന്ന് പറയുന്നത്.